ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. ഇന്നത്തെ ലോകം ഇൻ്റർനെറ്റിൻ്റേതാണെങ്കിൽ നാളത്തെ ലോകം മെറ്റാവേഴ്സിൻ്റേതാണ്. വിപ്ലവം എന്ന വാക്കിലൊന്നും ഒതുക്കാനാവാത്ത മെറ്റാവേഴ്സിൻ്റെ അമ്പരപ്പിക്കുന്ന ലോകമാണ് നമുക്കായി കാത്തിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമുള്ള ആ ലോകമാണ് മെറ്റാവേഴ്സ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുക്കുന്ന കൃത്രിമ പ്രപഞ്ചമാണ് മെറ്റാവേഴ്സ്. അത് യാഥാർത്ഥ്യമായാൽ മാന്ത്രിക വടിയുടെ സഹായമില്ലാതെ നമുക്ക് ലോകത്തെവിടെയും പോകാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അഥവാ ചെയ്യുന്നതായി അനുഭവിക്കാം. ഇൻ്റർനെറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ സൈബർ ലോകം ദ്വിമാന അനുഭവം മാത്രമാണ്, അതായത് 2D മാത്രമാണ് നൽകുന്നതെങ്കിൽ മെറ്റാവേഴ്സ് നമുക്ക് ത്രിമാന അനുഭവങ്ങൾ, അതായത് 3D തരുന്നു. മറ്റൊരു സ്ഥലത്ത് യഥാർത്ഥത്തിലെത്തിയ പ്രതീതി. ആ ലോകത്തെ വസ്തുക്കളെ നമുക്ക് തൊടാം, തള്ളി നീക്കാം, അവിടെ ജീവിക്കാം. അതാണ് മെറ്റാവേഴ്സിൻ്റെ ഇന്ദ്രജാലം. എന്താണ് ഈ മെറ്റാവേഴ്സ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. നമുക്ക് പുറത്തുനിന്ന് കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ ലോകം. എന്നാൽ അകത്ത് കയറി അനുഭവിക്കാവുന്ന ഇൻ്റർനെറ്റാണ് മെറ്റാവേഴ്സ്. അതായത് നമുക്ക് പൂർണ്ണമായും മുഴുകാവുന്ന ഇൻ്റർനെറ്റ് എന്നർത്ഥം. അവിടെ നമ്മുടെ പ്രതിരൂപമായ അവതാറുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രതീതി യാഥാർത്ഥ്യം, അതായത് വിർച്വൽ റിയാലിറ്റി, അതോടൊപ്പം വർദ്ധിത യാഥാർത്ഥ്യം ഓഗ്മെൻ്റൽ റിയാലിറ്റി അനുഭവിക്കാനും ആ ചുറ്റുപാടുകളിൽ ഇടപെടാനും നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. ക്ലാസ്സിൽ അധ്യാപകൻ ദിനോസറുകളെക്കുറിച്ച് സംസാരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ശരിക്കും മനസ്സിലാകാനായി അധ്യാപകൻ അവരെ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിൻ്റെ സഹായത്തോടെ ദിനോസറുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനോടൊപ്പം ഓഗ്മെൻ്റൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ദിനോസറുകളെ ക്ലാസ് മുറിയിലേക്കും കൊണ്ടുവരുന്നു. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും മാറി മാറി വരുന്ന മിശ്ര യാഥാർത്ഥ്യം, അതായത് മിക്സഡ് റിയാലിറ്റി അനുഭവിക്കുന്ന കുട്ടിക്ക് ശരിക്കും ദിനോസറുകളുടെ ലോകത്തിലെത്തിയ പ്രതീതി ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. മെറ്റാവേഴ്സ് യാഥാർത്ഥ്യമായാൽ ആ ദിനോസറുകളുടെ ലോകത്ത് അവർക്കൊപ്പം താൻ ഇഷ്ടപ്പെടുന്ന അവതാറായി കുട്ടിക്ക് ഇടപെടാം. ഇനി എന്താണ് വെർച്വൽ റിയാലിറ്റി, അതുപോലെ ഓഗ്മെൻ്റൽ റിയാലിറ്റി, അത് വിശദമാക്കാം. യഥാർത്ഥമെന്ന പ്രതീതി ഉണ്ടാക്കുന്ന സാങ്കല്പിക ലോകമാണ് വെർച്വൽ റിയാലിറ്റി, അഥവാ പ്രതീതി യാഥാർത്ഥ്യം. നാം ആദ്യം പറഞ്ഞ ദിനോസറുകളുടെ ലോകം വെർച്വലാണ്. യഥാർത്ഥ ഇടത്തിൽ ത്രിമാന ഗ്രാഫിക്സ് പ്രോജക്റ്റ് ചെയ്ത് സൃഷ്ടിക്കുന്ന അനുഭവമാണ് ഓഗ്മെൻ്റൽ റിയാലിറ്റി, അഥവാ വർദ്ധിത യാഥാർത്ഥ്യം. ക്ലാസ് മുറിയിലേക്ക് ദിനോസറുകളെ കൊണ്ടുവരുന്നത് ഓഗ്മെൻ്റൽ റിയാലിറ്റിക്ക് ഉദാഹരണമാണ്. ഓഗ്മെൻ്റൽ റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നിവയ്ക്കൊപ്പം ഇത് രണ്ടും ചേർന്ന മിശ്ര യാഥാർത്ഥ്യം കൂടി സമന്വയിപ്പിച്ചാണ് മെറ്റാവേഴ്സ് യാഥാർത്ഥ്യമാകുക. ഭാവിയുടെ സാങ്കേതിക വിദ്യയായി മെറ്റാവേഴ്സ് അറിയപ്പെടുന്നു. മെറ്റാവേഴ്സ് ഇനിയും നിലവിൽ വന്നിട്ടില്ലെങ്കിലും മെറ്റാവേഴ്സ് അനുഭവം പകരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഭാവി മെറ്റാവേഴ്സിൻ്റേതു കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിലേതുപോലെ സാമൂഹിക ബന്ധങ്ങൾ മാത്രമല്ല മെറ്റാവേഴ്സിൽ സൃഷ്ടിക്കാനാവുക. ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ഗെയിം കളിക്കളം, ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഓൺലൈൻ വിപണി, വെർച്വൽ ഓഫീസുകളുടെ ഏറ്റവും തിരക്കേറിയ ഇടം,
വെർച്വൽ റിയൽ എസ്റ്റേറ്റ് വിപണി, സംഗീതം, ചിത്രകല തുടങ്ങിയ കലാപ്രവർത്തനങ്ങളുടെ അരങ്ങ് എന്നിങ്ങനെ മെറ്റാവേഴ്സിൻ്റെ ഭാവി സാധ്യതകൾ അനന്തമാണ്. യഥാർത്ഥ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന ഒട്ടുമിക്ക പ്രവൃത്തികളും ഭാവനാ ലോകത്ത് മാത്രം നടക്കുന്നവയും അവിടെ സാധ്യവുമാണ്. യഥാർത്ഥ ലോകത്തിൻ്റെയും ഭാവനാ ലോകത്തിൻ്റെയും സമന്വയമായ മെറ്റാവേഴ്സിന് പരിമിതികളില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും. അവതാറുകൾക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള റിപ്പബ്ലിക്കായി മെറ്റാവേഴ്സിനെ അതിൻ്റെ പ്രചാരകർ കാണുന്നു. മെറ്റാവേഴ്സ് ലോകത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളുണ്ട്. ഓൺലൈൻ വിൽപ്പനയ്ക്കായിരിക്കും മെറ്റാവേഴ്സിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. പുത്തൻ വിപണന തന്ത്രങ്ങളിലൂടെ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇത് സഹായകരമാകും. ഇൻ്റർനെറ്റ് കച്ചവടത്തെ ഓൺലൈനാക്കിയെങ്കിൽ മെറ്റാവേഴ്സ് അതിനെ വെർച്വലാക്കും. അതുപോലെ വെർച്വൽ സംഗീത പരിപാടികൾ, ഓൺലൈനിൽ വിനോദയാത്രകൾ എന്നിവ നടത്താനും കലാസൃഷ്ടികൾ നിർമ്മിക്കാനും ലോകത്തെവിടെയുമുള്ള സ്റ്റോറുകളിൽ ഷോപ്പിംഗ് നടത്താനും ലോകത്തെവിടെയും പഠനം നടത്താനുമൊക്കെ മെറ്റാവേഴ്സ് സഹായിക്കും. ഒരു അനുഭവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരാളെ ടെലിപ്പോർട്ട് ചെയ്യാനും മെറ്റാവേഴ്സിന് കഴിയും. 2000 ജനുവരിയിൽ ബിറ്റ് കോയിൻ പുറത്തിറങ്ങിയതോടെ മെറ്റാവേഴ്സിന് സ്വന്തമായി കറൻസിയായി. അജ്ഞാതനായ സന്തോഷി നകമോട്ടോയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ശില്പി. ആ വർഷം തന്നെ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ലോകത്തിന് ലഭിച്ചു. ബിറ്റ് കോയിൻ പൊതു ഇടപാടുകളുടെ രജിസ്റ്ററായി അവതരിപ്പിച്ച ഇതും രൂപപ്പെടുത്തിയത് നകമോട്ടോ തന്നെയാണ്. കോവിഡ് രോഗം പടർന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യൽ, വർക്ക് അറ്റ് ഹോം വ്യാപകമായത്. വീട്ടിലിരുന്നുള്ള ജോലി മെറ്റാവേഴ്സ് വരുന്നതോടെ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന പല പരിമിതികളും മെറ്റാവേഴ്സ് വ്യാപകമാകുന്നതോടെ ഏതാണ്ട് മറികടക്കാൻ കഴിയും. മെറ്റാവേഴ്സിലൂടെ ഒരു വെർച്വൽ ഓഫീസ് രൂപപ്പെടുത്തുകയാണ് ഇതിൻ്റെ ആദ്യ പടി. യഥാർത്ഥ ഓഫീസിൻ്റെ ത്രിമാന ഡിജിറ്റൽ പതിപ്പുകളായിരിക്കും ഇത്. സ്ഥാപന മേധാവിമാരുടെയും ടീം അംഗങ്ങളുടെയും അവതാറുകളായിരിക്കും ഈ ഓഫീസിലുണ്ടാവുക. ഇൻ്റർനെറ്റ് വഴി ലോകത്തെവിടെയിരുന്നും ഈ വെർച്വൽ ഓഫീസിൽ ജോലി ചെയ്യാനാകും. ജീവനക്കാരുമായി ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യക്ഷമത കൂട്ടാനും ഇതുവഴി കഴിയുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ദക്ഷിണ കൊറിയയിലെ കമ്പനിയായ SK ടെലികോം നിർമ്മിച്ച മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇഫ്ലാൻഡ്. കോൺഫറൻസ് ഹാൾ, ഔട്ട്ഡോർ സ്റ്റേജ്, റൂഫ് ടോപ്പ് തുടങ്ങി 18 വ്യത്യസ്ത തരം ഡിജിറ്റൽ സ്പേസുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഉപയോഗിക്കുന്നവർക്ക് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അവിടെ കൂടിയിരിക്കാം. തിരഞ്ഞെടുക്കാനായി 800 അവതാറുകളും ഒരുക്കിയിട്ടുണ്ട്. ദേഷ്യം, സങ്കടം, സന്തോഷം തുടങ്ങി 66 മുഖഭാവങ്ങൾ ഇവയ്ക്ക് കാണിക്കാൻ കഴിയും. ഗൗരവമുള്ള ചർച്ചകൾക്കും ഇത് ഉപയോഗിക്കാം. ഇനി എന്താണ് ഈ അവതാറുകൾ? വെർച്വൽ ലോകത്തെ നമ്മുടെ അപരൻ അഥവാ അവതാരത്തെ ആണ് അവതാറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഒരാൾ അയാൾക്ക് പകരക്കാരനായി വയ്ക്കുന്ന ഗ്രാഫിക്കൽ ചിത്രം അഥവാ ഡിജിറ്റൽ പ്രതിരൂപമാണ് ഈ അവതാറുകൾ. ഉപയോഗിക്കുന്ന ആളിൻ്റെ കാരിക്കേച്ചറോ കാർട്ടൂൺ ചിത്രമോ ഒക്കെയാകാം അവതാർ. ആളുടെ രൂപമോ സ്വഭാവമോ വ്യക്തിത്വമോ സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇത്. വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലുള്ള ഓൺലൈൻ കൂട്ടായ്മകളിൽ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ പിക്ചറുകൾ അവതാറായി കണക്കാക്കാം. വീഡിയോ ഗെയിമുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ത്രിമാന രൂപങ്ങളും അവതാറുകളായി ഉപയോഗിക്കാറുണ്ട്. മെറ്റാവേഴ്സിലും ഒരാൾ അവതാർ വഴിയാണ് ആശയവിനിമയം നടത്തുന്നതും വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. മെറ്റാവേഴ്സിൽ പ്രവേശിക്കുന്നതിന് ആദ്യം സ്വന്തം അവതാറിനെ രൂപപ്പെടുത്തണം. അവതാറിൻ്റെ മുഖവും ചർമ്മവും ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി രൂപകൽപ്പന ചെയ്യാം. സംസ്കൃതത്തിലെ അവതാര എന്ന വാക്കിൽ നിന്നാണ് അവതാറിൻ്റെ വരവ്. ദൈവം ഭൂമിയിൽ വിവിധ രൂപത്തിൽ അവതരിക്കുന്നു എന്ന പുരാണ സങ്കല്പമാണ് ഇതിന് പിന്നിൽ. ഗെയിം നിർമ്മാതാക്കളാണ് കമ്പ്യൂട്ടർ രംഗത്ത് ഈ ആശയം ആദ്യമായി
അവതരിപ്പിച്ചത്. 1979 പുറത്തിറങ്ങിയ പ്ലേറ്റോ എന്ന ഗെയിമിൽ ഇത് ആദ്യം ഉപയോഗിച്ചു. ശാസ്ത്ര നോവലിൽ അവതാർ എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1980 ഇൻ്റർനെറ്റ് പോലെ കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖല തന്നെയാണ് മെറ്റാവേഴ്സും. 2030 2035 ആകുമ്പോഴേക്കും മെറ്റാവേഴ്സ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. അത് നടക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ 1 GB ഡേറ്റ കൈമാറുന്നതിന് ശേഷിയുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം കൈവരിക്കണം. ഇപ്പോഴത്തേതിൻ്റെ 40 ഇരട്ടി വേഗമാണത്. നേരത്തെ സൂചിപ്പിച്ച അവതാറുകളാണ് മെറ്റാവേഴ്സിലെ പൗരന്മാർ. മെറ്റാവേഴ്സിനെ അവതാരങ്ങളുടെ റിപ്പബ്ലിക് എന്നോ അവതാര പ്രപഞ്ചമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. അവതാരമായി കഴിഞ്ഞാൽ ഉപഭോക്താവിന് മെറ്റാവേഴ്സിലെ വിർച്വൽ നിരത്തുകളിലൂടെ സഞ്ചരിക്കാം, ഷോപ്പിംഗ് മാളുകളിൽ കറങ്ങി നടക്കാം, വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ അണിഞ്ഞ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യാം. സെൻസറുകൾ പിടിപ്പിച്ച കയ്യുറകളുടെ സഹായത്തോടെ അവയുടെ ഭാരവും മറ്റും അനുഭവിക്കുകയും ചെയ്യാം. ട്രോളിയിൽ വാങ്ങിയ സാധനങ്ങളുമായി വിർച്വൽ കെട്ടിടങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യാം. യഥാർത്ഥ ലോകത്ത് ചെയ്യുന്നതൊക്കെ വിർച്വൽ ലോകത്തും ചെയ്യാമെന്ന് ചുരുക്കം. മെറ്റാവേഴ്സ് അനുഭവം തരുന്ന ഒരു ഓൺലൈൻ മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമാണ് സെക്കൻഡ് ലൈഫ്. ഇവിടെ ആളുകൾക്ക് അവരുടെ സ്വന്തം അവതാറുകൾ സൃഷ്ടിക്കാം. അതുവഴി മറ്റു ഉപഭോക്താക്കളുമായും അവർ സൃഷ്ടിക്കുന്ന വിർച്വൽ സൃഷ്ടികളുമായും ഇടപെടാം. അവതാർ വഴി വിർച്വൽ ജീവിതം സാധ്യമാകുന്നതിനാലാണ് ഇതിന് രണ്ടാം ജീവിതം സെക്കൻഡ് ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഭൂമിയിലെ ജീവിതത്തിൽ കിട്ടാത്ത സ്വാതന്ത്ര്യവും സാധ്യതകളും സെക്കൻഡ് ലൈഫിൽ ആസ്വദിക്കാം. വലിയ പണച്ചെലവില്ലാതെ ആർക്കും ഉപയോഗിക്കാം എന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രത്യേകത. എന്നാൽ മെറ്റാവേഴ്സ് അങ്ങനെയല്ല. അവിടെ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണത്തിനും വൻ വില കൊടുക്കേണ്ടതിനാൽ എല്ലാവർക്കും അത് എളുപ്പം സ്വന്തമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് ജനകീയമാകുന്നതിന് ഹാൻഡ്സെറ്റുകൾ, ഹെഡ്സെറ്റുകൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കണം. അതോടൊപ്പം ഉയർന്ന ഡേറ്റ വേഗമുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഉറപ്പാക്കിയേ തീരൂ. മെറ്റാവേഴ്സിന് നിരവധി വെല്ലുവിളികളുമുണ്ട്. വീഡിയോ ഗെയിമുകൾ കളിക്കാൻ നല്ല രസമാണ്. പക്ഷേ നിയന്ത്രണമില്ലാതെ രാപകൽ അതിൽ തന്നെ മുഴുകിയാൽ കാര്യം കുഴപ്പത്തിലാകും. പഠനത്തിൽ ശ്രദ്ധ കുറയും, ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. മെറ്റാവേഴ്സ് വ്യാപകമാകുന്നതോടെ ഗെയിം കളിക്കുന്നത് കൂടുതൽ ആകർഷകമാവും. അത്യാകർഷകമായ വിർച്വൽ ലോകം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക കുട്ടികളെയായിരിക്കും. മാതാപിതാക്കളുടെ കർശനമായ മേൽനോട്ടവും ഒപ്പം നിയന്ത്രണ വിധേയമായി മെറ്റാവേഴ്സ് എങ്ങനെ ആരോഗ്യകരമായി ഉപയോഗിക്കാമെന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. ഇൻ്റർനെറ്റിനും അപ്പുറമുള്ള മെറ്റാവേഴ്സിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.